ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് തലായി ഹാർബറിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുറേ ദിവസമായി തലായി ഫിഷിംഗ് ഹാർബറിൽ ഒന്ന് വരണമെന്ന് വിചാരിച്ചു തുടങ്ങി. ഇന്നേതായാലും രാവിലെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. തലശ്ശേരി പട്ടണത്തിൽ നിന്ന് 3.3 കിലോമീറ്റർ ദൂരത്തിലാണ് തുറമുഖം. തലശ്ശേരി മാഹി റോഡിന്റെ തൊട്ട് അരികിൽ തന്നെയാണ്. കടലിനെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളിലൊന്നാണ് രാമു കാര്യാട്ടിന്റെ ചെമ്മീൻ. അഭിനയ ചക്രവർത്തിമാരായ മധുവും സത്യനും ചക്രവർത്തിനിയായ ഷീലാമ്മയും തകർത്തഭിനയിച്ച ചിത്രം. പളനിയെയും പരീക്കുട്ടിയെയും കറുത്തമ്മയെയും ഈ ലോകമുള്ളിടത്തോളം കാലം മലയാളി മറക്കില്ല. കടലിനെക്കുറിച്ചും കടൽ മക്കളുടെ ജീവിതത്തെക്കുറിച്ചും ഇത്രയേറെ വശ്യമായി ചിത്രീകരിച്ച സിനിമകൾ വളരെ അപൂർവമാണ്. അഭ്രപാളികളിലെ ഒരു മഹാകാവ്യമായി ഇതിനെ വിശേഷിപ്പിക്കാം. ഇപ്പം ഞാൻ ഉള്ളത് തലായി ഹാർബറിലാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും വിശ്രമ സമയമാണ്. വിശ്രമം, അതുപോലെ വല റിപ്പയർ. പുലർച്ചെയാ പോവാ. പുലർച്ചെ 5 മണിക്ക് പോയി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോടെയാണ് തിരിച്ചെത്തുക മീൻ പിടിച്ചിട്ട്. അപ്പോൾ ഇപ്പം എല്ലാവരും വിശ്രമം എന്ന് പറഞ്ഞുകൂടാ, വല റിപ്പയർ ആണ്. ഈ കടലിൽ പോയി കഴിഞ്ഞാൽ മീൻ അടിച്ചിട്ടൊക്കെ വല കേടാവും. അതെല്ലാം ഒന്ന് റിപ്പയർ. വേണ്ട, ഇത് മീൻ തന്നെയാ പൊട്ടിക്കുക. ഡോൾഫിൻ പൊട്ടിക്കുന്നതാണ്. സ്വാമി പോക്കണ്ട, കടലിൽ പോക്കണ്ട ഉണ്ടല്ലേ. സംസാരിക്കാൻ പോലും നേരമില്ല. മീന് കുറവാണ് ഇപ്പൊ അല്ലേ. പിന്നെ മത്തി അയിലെല്ലാം ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ടല്ലോ. ഒന്ന് കയ്യിൽ അല്ല, ഇപ്പൊ നമുക്ക് എല്ലാ മാർക്കറ്റിലും മത്തി അയിലെല്ലാം ഇഷ്ടംമാതിരി കിട്ടുന്നുണ്ടല്ലോ. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടില്ല. അതൊക്കെ ഐസ് മീനും കാര്യങ്ങളാണ്. പുറമേ നിന്ന് വരുന്നതല്ലായിരിക്കും അല്ലേ. ഓ ശരി. ഇപ്പൊ 2 ആഴ്ച പണി മോശമാണ്. ഇന്ന് രാവിലെ നല്ല അയില കിട്ടി കേട്ടോ. അല്ലേ, അത് ചില ഭാഗത്ത് കിട്ടുമായിരിക്കും അല്ലേ. കുറച്ച് കിട്ടും. ഇവിടെ കിട്ടുന്നില്ല, ചിലപ്പോൾ കണ്ണൂർ കിട്ടുമായിരിക്കും, അല്ലെ മംഗലാപുരം കിട്ടുമായിരിക്കും അല്ലേ. കാരണം ഗോവൽപ്പട്ടയിൽ മീനും കൊണ്ട് പിടിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഇറക്കത്തിന് ഫൈബർ താഴാക്കാൻ ഭയങ്കര പണി ഉണ്ടാകുമ്പോഴും പോകാനും കഴിയില്ല. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം. അത് പോരാണ്ട് മത്തിക്ക് ഒരേ വിലയാണ്. മാസങ്ങളോളം കൊല്ലങ്ങളോളം 1550 വെച്ച് ദല്ലാല വരെ കളിക്കണം. ഇതെന്താണെന്നല്ല തെളിയിക്കണം ആൾക്കാർ. കാരണം വെച്ചാൽ ദിവസം മത്തി അതേ വിലയാണ്. വെറും നിങ്ങൾ പോവുക, മുതലാളി മരം നന്നാക്കാം. ഞങ്ങൾക്ക് ഇപ്പോൾ ജോലി ഇതേ ഉള്ളൂ, വേറൊരു ജോലി എടുക്കാനില്ല. വില കൂടുകയും കുറയൊന്നുമില്ല. ഇതേ വില, ഒരൊറ്റ വിലയാണ്. കുറേ മാസങ്ങളോളായി. പക്ഷെ പൊടിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഇവർ പല സംസ്ഥാനങ്ങളാണ്. അതൊന്നും പറ്റില്ല. കാരണം ഇതിനൊരു പ്രതിവിധി എന്തായാലും ഗവൺമെൻറ്റും ഇത് മത്സ്യ ഫുഡുമായിട്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്യണം. പിന്നെ ഇത് മീനെ പിടിക്കുന്ന സ്ഥലം അവിടെ ഇറക്കത്തിനെല്ലാം മീനെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ കഴിയില്ല. മീനും കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറേ സമയങ്ങൾ തന്നെ മീൻ കോരിട്ട് വരാൻ കഴിയും. വെള്ളം കയറ്റത്തിന് മീൻ കോരിട്ട്. അപ്പോൾ പണി ഇപ്പോൾ ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. അത് ഞങ്ങൾക്ക് നഷ്ടം, എണ്ണ പൈസ നഷ്ടം. കുറേ കംപ്ലൈൻറ്റുകൾ ഞങ്ങൾക്കുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്തിട്ടുണ്ട്. ഒരു ഫിഷിംഗ് ഹാർബറിന്റെ ചിത്രം മനസ്സിൽ ആലോചിക്കുമ്പോൾ തന്നെ 100 കണക്കിന് ആളുകൾ പരക്കം പായുന്ന, മീനുമായി ബോട്ടുകൾ കരയിലേക്ക് വന്നെടുക്കുന്ന, ആളുകൾ ഒച്ചയും ബഹളമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ഒരാഴ്ചയായിട്ട് ഇവിടെ മീൻ വളരെ കുറവാണ്. ഡോൾഫിനുകളും കടൽമാക്രികളും നശിപ്പിച്ച വല റിപ്പയർ ചെയ്യുകയാണ് ഇവരിപ്പോൾ. തൊഴിലാളി എന്ന് പറയുന്നത് ഈ കടലോര മേഖലകളിൽ കൂടുതൽ കാണാൻ പറ്റും. എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാത്രിയാവട്ടെ പകലാവട്ടെ വൈകുന്നേരമാവട്ടെ 2 നേരം 3 നേരം പോയിട്ട് കൊണ്ടുവരുന്ന മീൻ തന്നെ വളരെ തുച്ഛമായ പൈസ തന്നുകൊണ്ട് മത്സ്യത്തൊഴിലാളിയോട് കാണിക്കുന്ന എന്താ പറയണത് ഒരു ചൂഷണം തന്നെയാണ്. പൂർവിക കാലത്ത് നമ്മളിവിടെയുള്ള മുതിർന്ന ആൾക്കാർ എടുത്ത ഒരു ഹാർബറാണ് തലായി ഹാർബർ. ഇന്നത് മറിച്ച് ഗോപാലപ്പെട്ട ഭാഗത്ത് പോവുകയും ചെയ്യും. ഗോപാലപ്പെട്ട ചാലിൽ മത്സ്യഗ്രാമമായി മാറുകയും ചെയ്തു. ഒന്ന് പണിക്ക് പോവുക, കിട്ടുന്ന മീൻ കരക്കെത്തിക്കുക, അവർ വിൽപ്പന നടത്തുക, ആ ഒരു ഓഹരി നമുക്ക് തരിക, നമ്മൾ ആൾക്ക് കൊടുക്കും. അതാണ് നമ്മൾ ഉപജീവനം. ഈ തൊഴിലാളി സംഘടന അതുണ്ടായിരുന്നു ഇവിടെ. അത് ഉണ്ടായ സമയത്ത് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആളുണ്ടായില്ല. അതിനെ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഒക്കെ നമ്മൾ 10 പേരുണ്ടെങ്കിൽ
ഒരാളതിനെ നിയന്ത്രിച്ചുകൊണ്ടുണ്ട്. ആണോ? അതിനാളുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇപ്പോൾ തലായി ഹാർബർ വളരെ ദയനീയാവസ്ഥയിൽ. കാരണം മീൻ വിൽക്കേണ്ട ഹാർബർ ഇന്ന് ആ സ്ഥലങ്ങളൊക്കെ വലകളിട്ടിട്ട് ഒത്തി വെച്ചിരിക്കുകയാണ്. ഒന്നും ഒരു ആളും അനക്കവും ഇല്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് തലായി ഹാർബറിന്. ശരിക്കൊരു പിന്നെ ഈ പറഞ്ഞൊരു മീൻ ഹാർബർ എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. എപ്പോൾ ഒച്ചയും ബഹളവും മീനുകൾ പലതരം മീനുകൾ ഈ നമ്മുടെ ഹാർബറിന്റെ ചുറ്റുമതിലും ഇന്ന് നോക്കിയാൽ കാട് പിടിച്ചടക്കുകയാണ്. പാമ്പുകൾ, ഉടുമ്പ്, പന്നി, മുള്ളൻപന്നികൾ, അങ്ങനെ കണ്ട ഇതാണ് ഹാർബറിന്റെ സ്ഥിതി. ഈ തലായി ഹാർബർ നശിച്ചുകൊണ്ടും മറിച്ച് മറുകര ഗോപാലപ്പെട്ട ഗ്രാമം, മത്സ്യഗ്രാമം ഇപ്പോൾ വളർച്ചയ്ക്ക് കൂടിക്കൂടി വരികയാണ്. ഈ ഒരു ദയനീയാവസ്ഥ നമ്മുടെ യൂട്യൂബ് കണ്ടറിഞ്ഞിട്ട് ഇതിനു വേണ്ടി എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തി നമ്മളിതിങ്ങനെ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഈ ചാനൽ പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാം. തുളസി കതിർന്നുള്ളിയെടുത്തു കണ്ണഞ്ചും മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി നിൻ മുന്നിൽ ചാർത്താം ഞാൻ. കടലിനോട് മല്ലടിച്ചും തിരയിലേക്ക് തുഴയെറിഞ്ഞും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയാണ് ഈ സാധു മനുഷ്യർ. എല്ലാവരും തിരക്കിലാണ്, ആരും എന്നെ നോക്കുന്ന പോലും ഇല്ല. പണിത്തിരക്കിലാണ്. വല ശരിയാക്കാം, അധ്വാനേ ഉള്ളൂ. നിങ്ങളെ പേര്? ഇന്ന് പോയിട്ടില്ലല്ലോ അല്ലേ? ഇന്ന് പോയി. ഇനിയിപ്പോൾ വൈകുന്നേരം പോവാ? രാത്രി നാളെയോ കുറവാണ്. പക്ഷെ നമ്മളെ അവിടെ നല്ലോണം മീൻ കിട്ടുന്നുണ്ടല്ലോ. മഴ പെയ്യുന്ന 3 മാസക്കാലമാണ് ഇവരുടെ വലയും തോണിയും നിറയുക. മീൻപിടുത്തമൊഴിച്ച് മറ്റൊരു തൊഴിലും ഇവർക്ക് അറിയുകയില്ല. കടൽ കനിഞ്ഞില്ലെങ്കിൽ ജീവിതം പട്ടിണിയും പരിവട്ടത്തിലുമാവും. തിരമാലപ്പുറത്ത് കുതിച്ചു പായേണ്ട ബോട്ടുകളെല്ലാം ഇവിടെ നിശ്ചലമായി കിടക്കുകയാണ്. ഒച്ചയനക്കമില്ലാത്ത തുറമുഖവും ആലസ്യത്തിലാണ്. ഇവിടെ കുറച്ച് തൊഴിലാളികൾ മാത്രം ജീവിതത്തിന്റെ വലക്കണ്ണികൾ തുന്നിച്ചേർക്കാനുള്ള ശ്രമത്തിലാണ്. കൊട്ടാര സമാനമായ വീടോ ആഡംബര കാറുകളോ ഒന്നുമല്ല അവരുടെ സ്വപ്നം. മക്കളെ ഡോക്ടറാക്കണമെന്നോ എഞ്ചിനീയർ ആക്കണമെന്നോ എന്ന സ്വപ്നങ്ങളും അവർക്കില്ല. മക്കൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകണം. പട്ടിണിയും പരിവട്ടവുമില്ലാത്ത ഒരു ജീവിതം, അതാണ് അവരുടെ ആവശ്യം. ഇവരുടെ ഈ പരിദേവനങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന് മാത്രമാണ് മനസ്സിൽ ആഗ്രഹം. ഉത്തരവാദപ്പെട്ടവർ ഇതൊന്ന് പരിഗണിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാടുകയറി പോകാതെ ഇവരുടെ ജീവിതത്തിന് ഒരു പരിരക്ഷ ലഭ്യമാക്കേണ്ടതുണ്ട്. തീന്മേശയിൽ വറുത്തതും പൊരിച്ചതും മുളകിട്ടതും നിരത്തിവെക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ഇവരെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? പേമാരിയിലും കൊടുങ്കാറ്റിലും കടലിനോട് മല്ലടിച്ച് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തെ നിലനിർത്താൻ പാടുപെടുന്ന ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ഉത്തരവാദപ്പെട്ടവർ കനിവുണ്ടാകണം. അതുമാത്രമാണ് ഒരപേക്ഷ. നമ്മുടെ പള്ളം നിറക്കാൻ പെടാപ്പാടുപെടുന്ന ഇവരുടെ ഉള്ളം നിറയ്ക്കാൻ നമുക്ക് എന്താണ് ചെയ്യാനാവുക? ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.